ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, ഇത് ഹൈറിച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി ഇന്ന് വരാൻ പോവുകയാണ്. എന്നാൽ ആ വിധി ഹൈറിച്ചിന് അനുകൂലമായിരിക്കും. അനുകൂലം. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്, ഒരുപാട് പാവങ്ങളുടെ കണ്ണുനീരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമം എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഹൈറിച്ചിന് അനുകൂലമായിട്ടുള്ള വിധിയാണ് വരാൻ പോകുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാർ ഇരട്ട കൊലപാതകം അല്ലെങ്കിൽ ഒരു 5-10 ആളെയൊക്കെ വെടിവെച്ച് കൊന്നാലും നമുക്ക് നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അജ്മൽ കസബിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അജ്മൽ കസബിനെ വെടിവെച്ച് കൊന്ന ആ സംഭവത്തിൽ അജ്മൽ കസബ് തീവ്രവാദിയായി വന്ന് പിന്നെ മുംബൈയിലെ തെരുവോരങ്ങളിൽ ഒരുപാട് പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ നിയമത്തിന് അത് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണ് അത് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അത് ശരിയായ ഒരു നിലപാടായിരിക്കാം, അദ്ദേഹത്തിന് ചില വിശ്വാസമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശങ്ങൾ അങ്ങനെയായിരിക്കാം. പക്ഷേങ്കിൽ ഇന്ത്യയിലെ നിയമത്തിന് അത് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അജ്മൽ കസബ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അജ്മൽ കസബിനെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നീതിന്യായ കോടതികൾ എല്ലാവരും തന്നെ അജ്മൽ കസബിന് എതിരായിട്ടാണ് വിധി പ്രസ്താവിച്ചിരുന്നത്. അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള മരണം വരെ തൂക്കിക്കൊല്ലുക എന്നുള്ള ആ ഒരു ഏറ്റവും കടുത്ത ശിക്ഷ ഇന്ത്യയിലെ നിയമപ്രകാരം കൊടുക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം അതിനെ എതിരായിട്ട് പറഞ്ഞിരുന്നത് പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, ചെറിയ പ്രായമാണ്, അതുകൊണ്ട് തൂക്കിക്കൊല്ലരുത് എന്നുള്ള ഒരു അപേക്ഷയാണ് കോടതിയുടെ മുമ്പാകെ വെച്ചിരുന്നത്. അത് എല്ലാ കുറ്റവാളികളും, ചിലപ്പോൾ കുട്ടികളെ അടക്കം ബലാത്സംഗം ചെയ്ത് കൊന്ന ആൾക്കാരും പറയുക, പ്രായമായ അച്ഛനും മാതാപിതാക്കളുണ്ട്, അവർക്ക് ആകെയുള്ള ആശ്രയം ഇവരാണ്, അതുകൊണ്ട് ഇവനെ തൂക്കിക്കൊല്ലരുത് എന്നാണ് പറയാറ്. അതുപോലെ തന്നെയാണ് ഹൈറിച്ചിൻ്റെ അവസ്ഥയും. ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് എതിരാണ് ഹൈറിച്ച് എങ്കിൽ കൂടി ഇത് ഒരുപാട് പേരുടെ അന്നമാണ്, അന്നമ്മയാണ്, കുഞ്ഞമ്മയാണ്, പെറ്റമ്മയാണ്, പോറ്റമ്മയാണ്, ചിറ്റമ്മയാണ്, പിന്നെ എന്തെങ്കിലും അമ്മയുണ്ടെങ്കിൽ ആ അമ്മയും ഒക്കെയാണ്. ഒരുപാട് പാവങ്ങളുടെ പണം പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയോട് അവർക്ക് തീരെ വിശ്വാസമില്ല. അവർക്ക് വിശ്വാസം പ്രതാപനെയും ശ്രീനെയുമാണ്. അവർ നമ്മളെ ചതിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കോടതികളും എന്താണ് ഇങ്ങനെ, അതുകൊണ്ട് ഈ വിധി ഹൈറിച്ചിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും. അന്നമ്മയാണ്, ചിന്നമ്മയാണ്, പോറ്റമ്മയാണ്, പെറ്റമ്മയാണ്. ആ വീഡിയോകളൊക്കെ എന്തിനാണ് നിങ്ങൾ മുക്കിയത്? ഇപ്പോൾ നിങ്ങൾക്ക് പോറ്റമ്മയും ചിറ്റമ്മയും അന്നം തന്നതും ഒന്നും അല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ മുക്കിയത്? എന്ത് രസമുണ്ടായിരുന്നു ഓരോരാളുടെയും ഷോർട്സ്. ഒരു ദിവസം ഒരു 10-50 ഷോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു, ഒരു രസമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഹൈറിച്ചിൽ നിന്ന് തപ്പിക്കഴിഞ്ഞാൽ ഫുൾ എൻ്റെ വീഡിയോ. ശരിക്കും എനിക്ക് ബോറടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ നമ്മളും ഈ പരിപാടി മതിയാക്കും. അത്രയേ ഉള്ളൂ. ബൈ.